നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേളാങ്കണ്ണിയിലേക്ക് പോയ യാത്രയിലെ പാർട്ട് 3 ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേളാങ്കണ്ണി പള്ളിയുടെ അടുത്തുള്ള കച്ചവട കടകളുടെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. വേളാങ്കണ്ണി പള്ളിയുടെ 4 സൈഡും തിക്കിത്തിരിഞ്ഞിട്ടുള്ള കടകളാണ്. കളിപ്പാട്ടങ്ങൾ, ഡ്രസ്സുകൾ, ഫുഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെയൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് അടിക്കാരുണ്ടാവും, പിന്നെ അതുപോലെ കുറേ തട്ടിപ്പുകാർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടത്തൊക്കെ കച്ചവട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് വരുന്നവർക്ക് വേറൊരു റേറ്റും അവിടെയുള്ള തമിഴ്നാട്ടിലുള്ളവർക്ക് വേറൊരു റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും ശ്രദ്ധിച്ച് കണ്ടു നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പൈസയെല്ലാം അവർ ഊറ്റിയെടുത്തുകൊണ്ട് പോകും. അതുപോലെ ഇവിടെ കുറേ ഭിക്ഷാടകരൊക്കെ ഉണ്ട്. അപ്പോൾ ഭിക്ഷാടകരുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുറച്ച് സ്ത്രീകൾ കുട്ടികളൊക്കെ എടുത്തിട്ട്, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് കൈ നീട്ടിയിട്ട് പൈസയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പൈസ ഒന്നും കൊടുക്കാതാകുമ്പോൾ ഒരു ബിസ്ക്കറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറയും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ചിലപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റെല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് ഇവർ നമ്മൾ പോയി കഴിയുമ്പോൾ ഈ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇവർക്ക് കുറേ ഇങ്ങനെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകൾ ഓരോരുത്തർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവർ ഇതെല്ലാം കൊണ്ടുപോയിട്ട് കടയിൽ കൊടുക്കും, എന്നിട്ട് അവർ പൈസ വാങ്ങും. ഇങ്ങനത്തെ രീതികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ വഴിയോര കച്ചവടമാണെന്ന് കരുതിയിട്ട് ഇവിടെ വില കുറവൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര വില തന്നെയാണ്. അതായത് നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്നിട്ട് കണ്ണും പൂട്ടി ഇരട്ടി വിലയാണ് ഓരോരുത്തരും പറഞ്ഞു ചെയ്യുക. അങ്ങനെ ഉള്ള ഒരു ഏരിയയാണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടകളുടെ പുറത്തൊക്കെ ഇങ്ങനെ 10 രൂപ 20 രൂപ ഉള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയുമ്പോൾ ആകെ 2-3 ഐറ്റംസിന് മാത്രം ആ ഒരു വില, പിന്നെയുള്ളതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. ഇരട്ടി വില എന്ന് പറഞ്ഞാൽ ഇരട്ടി വില. പിന്നെ അടിപൊളി സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ഈച്ച പറന്നതും മണ്ണ് പറന്നതൊക്കെ ആയിട്ടുള്ള കുറേ ഫുഡുകൾ. ഞാൻ കുറ്റം പറയല്ല, സംഭവം നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വേളാങ്കണ്ണിയിലേക്കൊക്കെ യാത്ര പോകുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഈ കുറേ ചേച്ചിമാർ ഈ മീൻ ഫ്രൈ ചെയ്തതൊക്കെ പുറത്തിരുന്ന് വിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസുകൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാങ്ങ, നെല്ലിക്ക, അതൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ട അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ, ഛർദ്ദിക്കാൻ വരും. അതേ രീതിയിലാണ് അവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, പക്ഷേ നമ്മൾ എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഒരു ഭക്ഷണം വിളമ്പാണെങ്കിൽ നമ്മളൊരു പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. അതെങ്കിലും നല്ല രീതിയിൽ തരാനായിട്ട് എന്താ പറയണത്, ഇത് വിൽക്കുന്നവർ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ അവിടെ വേളാങ്കണ്ണിയിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് കയറി ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ രീതിയിൽ ഈ വീഡിയോസിൽ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണേ, കസ്റ്റമർക്ക് നല്ലൊരു ഫുഡൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം അത്രയും എന്താ പറയണ, ഓരോരോ അസുഖങ്ങൾ വരും. ആ അസുഖങ്ങളൊന്നും മറ്റുള്ളവർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ടാവും, അവർക്കൊക്കെ അറിയായിരിക്കും, അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കാരണം പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കുക. സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ബീച്ചിൽ വന്നപ്പോൾ ബീച്ചിൻ്റെ അടുത്ത് ഒരു ഒട്ടകത്തിന് കണ്ടു കേട്ടോ. ഒട്ടക സവാരി ഉണ്ട് ഇവിടെ. ഇതിന് എന്താ 50 രൂപ എങ്ങടാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ദൂരം നടത്തുള്ളൂ കേട്ടോ, ഒരു 2 റൗണ്ടാണ്ട്. അത് അത്രയ്ക്കും ഒരുപാട് ദൂരമൊന്നും പോയില്ല, കുറച്ച് അത്രയ്ക്കേ ഉള്ളൂ. അതിന് മുമ്പ് ഞാൻ വേറൊരു ഒട്ടകത്തിനെ കണ്ടു കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടകത്തിന് നിൽക്കാൻ പോലും ആവതില്ലാത്തൊരു ഒട്ടകം. ആ ഒട്ടകത്തിനെ വെച്ചിട്ടാണ് ഒരു പണി ഇട്ടിപ്പിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അങ്ങനെ തന്നെ. മനുഷ്യന്മാർക്ക് എന്താ ബാക്കിയുള്ള ജീവജാലങ്ങളോടൊന്നൊരു
ഇതില്ല, സോഫ്റ്റ് കോർണറൊന്നുമില്ല. ഇവിടെ നമ്മൾ 20 രൂപ വരെ ബോർഡ് കണ്ടിട്ടാട്ടോ പ്ലേറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് കയറിയത്. പ്ലേറ്റ് വാങ്ങിക്കാൻ കയറിയിട്ട് അവിടെ എത്തിയപ്പോഴാണ് വിലക്ക് മാറ്റിയത്. അതുപോലെയാണ് ഇവിടെ ഓരോ കച്ചവടങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇപ്പം ചേച്ചിയുടെ മോളും അവരെല്ലാവരും കൂടിയിട്ട് അത്യാവശ്യം ഈ ഫാൻസി ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊന്നും വലിയ വിലയില്ല കേട്ടോ, അതൊന്നും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചില കടകളിൽ ചില കാര്യങ്ങൾ കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ എന്താ പറയണ നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ അവിടെ ഇങ്ങനെ മേടിച്ച് വയ്ക്കാം. അതായത് ഓരോരുത്തരും 2 ഇരട്ടി 3 ഇരട്ടി ചാർജ് ചെയ്യണത്. അതായത് ആൾക്കാരെ കണ്ടിട്ട് അവരൊന്ന് അളന്ന് നോക്കും, എന്നിട്ട് ആണ് അവർ വില പറയുക. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാൽ ഇവിടെ ഇത്തിരി കൂടുതലാണ്. ഞാനിപ്പോൾ പോയ യാത്രയുടെ അനുഭവം വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം അങ്ങനെ.